എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് അമ്പലങ്ങളിൽ നിന്നൊക്കെ വഴിപാട് നടത്തുമ്പോൾ നെയ്പായസം കിട്ടില്ലേ, ആ നെയ്പായസം നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് അരി വേണം, ഉണക്കലരി അത് വേണം, നെയ്യ് വേണം, പിന്നെ ശർക്കര വേണം. ഇത്രയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ തേങ്ങ വേണ്ട. പഴം, കദളിപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അതും വേണ്ട, ഒന്നും വേണ്ട, പഴം ഒന്നും ചേർക്കണ്ട. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി നെയ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിനെന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരി ഒരുപാട് വെന്ത് പോകാൻ പാടില്ല, വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഒരു പാകത്തിന് നമുക്ക് വേവിച്ച് ശർക്കരയും നെയ്യും ഒക്കെ ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരൂ. ഇവിടെ 1/2 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നെയ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് ശർക്കരയും അരിയും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, നെയ്യും. ഈ 3 ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ്. നമുക്ക് അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടൂലേ നെയ്പായസം, അതുപോലെ. നമ്മൾ ഉണക്കലരി തന്നെ എടുക്കണം കേട്ടോ. അതായത് ഉണക്കലരി എന്താണെന്ന് പറയുക, നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാം, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഉണക്കലരി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 3-4 വട്ടം കഴുകിയെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അരി മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതായത് വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുക്കറിൽ വേവിക്കുന്നതാണ് എളുപ്പം. അതപ്പോൾ കുറച്ച് സമയം മതി, ഒരു 1-2 വിസിൽ വരുത്തിയാൽ മതി. ഈ നെയ്പായസത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അരി വെന്ത് പോകരുത്. അപ്പം നമുക്കിതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ച് ആദ്യം വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 1/2 കപ്പ് അരിയാണല്ലോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 1.5 കപ്പ് വെള്ളം എന്തായാലും എടുക്കണം. ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കാം. കണ്ട, നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു 2 വിസിൽ വരുത്താം. നമ്മൾ 2 വിസിലേ വരുത്തിയിരുന്നുള്ളൂ. ഇനി നമുക്ക് തുറന്നു നോക്കാം. കൃത്യമായിട്ട് ഫുൾ വെള്ളവും വറ്റിപ്പോയിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടുമില്ല. ഈ നെയ്പായസത്തിന് ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. ഇത്രയും മതി. ഇനി ഞാനിതൊരു മൺപാത്രത്തിലേക്ക്, മൺചട്ടിയിലേക്ക് പകർത്തുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. ഇരിക്കുന്നത് കല്ലില്ലാത്ത ശർക്കരയാണ്, ഒട്ടും ഇതൊന്നും ഇല്ലാത്തതാണ്. അപ്പം ഉരുക്കി അരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ശർക്കര ആയിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തയച്ചാൽ മതി. പതുക്കെ ചൂടത്ത് കിടന്ന് ഉരുക്കിക്കോളും. ഇതിലൊട്ടും വെള്ളമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത് നെയ്യ് ആദ്യം കുറച്ചൊഴിച്ചാൽ മതി. ദേ കണ്ടില്ലേ, 1 ടീസ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇതൊന്ന് ഉരുകിയൊക്കെ വരട്ടെ, എന്നിട്ട് ബാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് മതി. ശർക്കര ഓൾമോസ്റ്റ് ഉരുകി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഒട്ടുമില്ലല്ലോ. തന്നെയല്ല ശർക്കര ഉരുകി വരുന്ന ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടോ, അരി അധികം വെന്ത് പോയിട്ടുമില്ല. ഒരുപാട് വെന്ത് ചോറ് പോലെ ആയി പോകരുത്. ശർക്കര ഓൾമോസ്റ്റ് ഉരുകി വന്നിട്ടുണ്ട്. അല്പം കൂടി ഉരുകാനുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് നെയ്യും ആയി പോകരുത്. ഒന്നിളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കായിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ചുക്ക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മളിപ്പം അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതിൽ ഏലക്കായൊന്നും ചിലപ്പോൾ ചേർക്കില്ല. പിന്നെ വേണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നത് കദളിപ്പഴമാണ്. കദളിപ്പഴപ്പൊടി ഇല്ലാത്തതുകൊണ്ട് അതും ചേർക്കുന്നില്ല. സാധാരണ നെയ്പായസത്തിൽ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ: അരി, ശർക്കര, നെയ്യ്. ഞാൻ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ നെയ്പായസം ഇവിടെ റെഡിയാണ്. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. കണ്ടോ, നെയ്യ് ഒരല്പം മുകളിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ തുളസിയില കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്പായസം ഉണ്ടാക്കിയത് കണ്ടല്ലോ, അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിച്ചേക്കൂ കേട്ടോ, മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ.